നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത ജ്യോതിഷ വിശ്വാസിയാണത്രേ. മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പലതും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കായി ഒരു അഷ്ടമംഗല്യ പ്രശ്നം കണ്ണൂരിൽ ഒരു രഹസ്യ സ്ഥലത്ത് നടക്കുകയാണെന്നും കേരളത്തിലെ ചില പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത തവണ LDFന് ഭരണം ലഭിക്കുമോ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമോ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്തായിരിക്കും, ചില കേസുകൾ ഇപ്പോൾ ED എടുത്തിരിക്കുന്ന ചില കേസുകൾ, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ എടുത്തിരിക്കുന്ന ചില കേസുകൾ, അതോടൊപ്പം തന്നെ ലാവ്ലിൻ കേസ്, ഇതിൻ്റെയൊക്കെ പരിണിത ഫലം എന്താകും, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് അഷ്ടമംഗല്യ പ്രശ്നം നടത്തുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കേരളത്തിലെ പ്രശസ്തരായ ജ്യോതിഷ പണ്ഡിതരാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രശ്നം വയ്ക്കുന്നത്. മുഖ്യമന്ത്രി ജ്യോതിഷ വിശ്വാസിയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ നേരത്തെ വന്നിരുന്നു. ചില പാപപരിഹാര കർമ്മങ്ങളുടെ ഭാഗമായിട്ടാണ് ക്ലിഫ് ഹൗസിൽ ഗോശാല പണിതതും അയ്യപ്പ സംഗമം നടത്തിയതെന്നുമൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ശബരിമലയിൽ അന്നദാനം സദ്യയാക്കി മാറ്റാനുള്ള തീരുമാനവും ഇത്തരം പാപപരിഹാര ക്രിയയുടെ ഭാഗമായിരുന്നു എന്നാണ് പറയുന്നത്. K. ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ഉടൻ തന്നെ യാതൊരു കൊട്ടേഷനോ അല്ലെങ്കിൽ ഒന്നും വിളിക്കാതെ സാധാരണ കൊടുക്കുന്ന അന്നദാനം മാറ്റി 5 കൂട്ടം കറികളും പായസവും അടങ്ങുന്ന അന്നദാനത്തിന് ഏർപ്പാട് ചെയ്യാനുണ്ടായത്. നേരത്തെ ഫ്രൈഡ് റൈസും സാമ്പാറുമായിരുന്നു അന്നദാനമായി ഭക്തർക്ക് നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് സദ്യയാണ്, വിപുലമായ സദ്യയാണ്, പായസവും പപ്പടവും അടങ്ങുന്ന വിപുലമായ സദ്യയാണ്. അതിന് കാരണവും മുഖ്യമന്ത്രിയുടെ ഈ ജ്യോതിഷ താന്ത്രിക വിധി പ്രകാരമുള്ള ചില പാപപരിഹാര ക്രിയകളാണെന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങളടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും രാശിപ്രകാരം മുഖ്യമന്ത്രിക്ക് അത്ര നല്ല സമയമല്ലെന്നാണ് ഈ മാധ്യമങ്ങൾ പറയുന്നത്. രാശി വച്ചത് കേരളത്തിലെ പ്രഗത്ഭരായ ജ്യോതിഷന്മാരാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്നൊക്കെയുള്ള പല പ്രമുഖ ക്ഷേത്രങ്ങളിലെയും താന്ത്രിക സ്ഥാനമൊക്കെ വഹിക്കുന്ന പ്രഗത്ഭരായ ജ്യോതിഷികളാണ് അദ്ദേഹത്തിനായി അഷ്ടമംഗല്യ പ്രശ്നം നടത്തിയതെന്നാണ് പറയുന്നത്. പ്രശ്നവിധി പ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ ഉടൻ തന്നെ അരങ്ങേറുമെന്നും സൂചനയുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ പരിഹാര കർമ്മങ്ങൾ വിപുലമായ തോതിൽ നടത്തുമെന്ന സൂചനയാണ് അത്രേ ലഭിക്കുന്നത്. ശബരിമലയിൽ 2018 സുപ്രീം കോടതി വിധിയെ തുടർന്ന് യുവതികളെ പ്രവേശിപ്പിച്ചതിനെ തുടർന്ന് വലിയ തോതിലുള്ള അയ്യപ്പ കോപം മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായി എന്നാണ് പ്രശ്നവിധിയിൽ തെളിഞ്ഞതത്രേ. ആ അയ്യപ്പ കോപത്തിന് പരിഹാരമായാണ് നിരവധി തരത്തിലുള്ള പൂജകളും മറ്റ് പരിഹാര ക്രിയകളുമെല്ലാം ക്ലിഫ് ഹൗസിലടക്കം ചെയ്തതെന്നും ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പ്രശ്നവിധി പ്രകാരമുള്ള പരിഹാര ക്രിയകളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള സൂചനയും ഈ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. മാധ്യമ റിപ്പോർട്ടുകൾ വിശ്വസിക്കുകയാണെങ്കിൽ വളരെ വിപുലമായ രീതിയിലുള്ള പ്രശ്നപരിഹാര ക്രിയകളായിരിക്കും അരങ്ങേറുക. ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് അടുത്ത തവണ ഭരണത്തിൽ എത്തണമെന്ന നിശ്ചയദാർഢ്യത്തോടെ ഉറച്ച ബുദ്ധിയോടുകൂടിയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത് എന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ, ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനൊക്കെ വളരെ മുമ്പ് തന്നെ ഈ പാപപരിഹാര ക്രിയകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ഒരു ജ്യോതിഷ വിശ്വാസിയാണെന്നുള്ള ഒരു സൂചനയൊക്കെ പണ്ടേ വിവിധ പത്രമാധ്യമങ്ങളിൽ പുറത്തു വന്നെങ്കിലും അത് പൊതുജനത്തിന് അത്ര ധാരണയെ കുറിച്ചുണ്ടായില്ല. എന്നാൽ അയ്യപ്പ സംഗമം നടത്തിയപ്പോഴാണ് ചില മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടത്. അത് ജ്യോതിഷപ്രകാരമുള്ള പാപപരിഹാര ക്രിയയാണെന്നുള്ള വാർത്തകളൊക്കെ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അതോടൊപ്പം തന്നെ പമ്പയിൽ അല്ലെങ്കിൽ ശബരിമലയിൽ അന്നദാനം അടക്കമുള്ള കാര്യങ്ങൾ മാറ്റിയതും ഈ പരിഹാരക്രിയയുടെ ഭാഗമായിട്ടാണ് എന്നെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും മുഖ്യമന്ത്രി കുടുംബവും ജ്യോതിഷ വിധി പ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായി ചെയ്ത് വരുന്ന തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് എന്നുള്ള സൂചനയാണ് ഈ മാധ്യമങ്ങളെല്ലാം നൽകുന്നത്. കണ്ണൂരിലെ ഒരു പ്രമുഖ സ്ഥലത്ത് ഒരു റിസോർട്ടിലാണത്രേ ഇപ്പോൾ ഒരു അഷ്ടമംഗല്യ പ്രശ്നം നടക്കുന്നത്. രാശി പ്രകാരം മുഖ്യമന്ത്രിക്ക് അത്ര നല്ല സമയമല്ലെന്നാണ് ജ്യോതിഷികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പരിഹാരക്രിയകളുടെ എണ്ണവും കടുപ്പവും വർദ്ധിക്കുമത്രേ. ഏതായാലും പാപപരിഹാര ക്രിയകളെല്ലാം കഴിഞ്ഞ് പ്രശ്നവിധി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രി ഒരു സമ്പൂർണ്ണ ഒരു വളരെയധികം അധികാരങ്ങളുള്ള അല്ലെങ്കിൽ അധികാരങ്ങൾ കൈവിടാതെയുള്ള ഒരു നേതാവായി, ജനപ്രിയ നേതാവായി തിരിച്ചു വരുമെന്നാണത്രേ ഈ ജ്യോതിഷികൾ പറയുന്നത്. ഏതായാലും അത്തരത്തിലുള്ള പരിഹാരക്രിയകൾ ഏതായാലും നടക്കുകയാണെന്നാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.